ഏറ്റവും ശക്തരായ വേട്ടനായ്ക്കളെ ഒരു കാട്ടുമുയൽ ഓടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഭാരത ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യത്തിൻ്റെ പിറവിക്ക് പിന്നിൽ ഇങ്ങനെയൊരു കഥയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തുംഗഭദ്ര നദിക്കരയിലെ ഒരു കാട്ടിലൂടെ സഹോദരങ്ങളായ ഹരിഹരനും ബുക്കനും സഞ്ചരിക്കുകയായിരുന്നു. അവരുടെ കൂട്ടത്തിൽ വേട്ടനായ്ക്കളും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഒരു കാട്ടുമുയൽ അതിനു മുമ്പിലേക്ക് വരുന്നത്. എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ കാട്ടുമുയൽ ഇവരെ കണ്ട് തിരിച്ചോടുമെന്നുള്ളതാണ്. പക്ഷേ അവിടെ നടന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാട്ടുമുയൽ സാധാരണ സംഭവിക്കുന്ന പോലെയല്ല, തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ വേട്ടനായ്ക്കൾക്ക് നേരെ കുതിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ട വേട്ടനായ്ക്കൾ വാലും ചുരുട്ടി പേടിച്ച് തിരിച്ചോടി. ഈ രണ്ട് സഹോദരന്മാരും അത്ഭുതത്തോടെ ഒന്ന് നോക്കി നിന്നു. സഹോദരന്മാർ തൻ്റെ ഗുരുവിനോട്, വിദ്യാരണ്യയോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. തങ്ങൾ കണ്ട കാഴ്ചയെക്കുറിച്ച് പറയുന്നു. ഇത് കേട്ട ഗുരു പറയുകയാണ്, ഇതാ മുയലിൻ്റെ പ്രത്യേകതയല്ല, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് വിജയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സാമ്രാജ്യം അവിടെ പണിയുക. വിജയ നഗരം എന്നുള്ള സാമ്രാജ്യത്തിൻ്റെ പിറവിയുടെ പിന്നിലുള്ള ഒരു ഐതിഹ്യം ഇതാണ്. എന്താണ് ഐതിഹ്യം അല്ലെങ്കിൽ മിത്ത്? ഒരു നാടിൻ്റെയോ അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്തിൻ്റെയോ ഉത്ഭവത്തെക്കുറിച്ചുള്ള കാലങ്ങളായി കൈമാറി വരുന്ന ചില കഥകളാണ്. ഇത് യുക്തിക്ക് നിരക്കാത്തതാണ്, പക്ഷേ വലിയൊരു സന്ദേശം ഇതിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങളുടെ നാട് അത്രത്തോളം ശക്തമാണ് എന്നുള്ള ഒരു ബോധം ആളുകളിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കഥകൾ കാലാകാലങ്ങളായി പറഞ്ഞു പോകുന്നത്. അപ്പോൾ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലും സങ്കീർണമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.